നമസ്കാരം. ഒരു മരണമാസ് എൻട്രി തന്നെയാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവായിട്ട് ഇന്നലെയാണ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത്. തൻ്റെ പാർലമെന്ററി കാല ജീവിതത്തിലെ ഏറ്റവും ശക്തനായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണ ഇന്ത്യൻ ലോക്സഭയിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും പാർലമെന്റിൽ ഇത്തവണ തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിച്ചത്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനിയുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദിക്ക് അത്ര സുഖകരമല്ല. ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യമായി സഭയിൽ നടത്തിയ പ്രസംഗം സൂചിപ്പിക്കുന്നത്. എന്തിനേറെ സാധാരണ വേഷത്തിൽ പോലും രാഹുൽ ഗാന്ധി മാറ്റം വരുത്തി. ടീഷർട്ട്, സാധാരണ വെള്ള ടീഷർട്ട് ധരിക്കുന്നതിന് പകരം വെള്ള ജുബ്ബ ധരിച്ചുകൊണ്ട് വളരെ ഉന്മേഷത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ വയറ് നിറച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ നടത്തിയത്. ഇക്കഴിഞ്ഞ 10 കൊല്ലക്കാലം രാഹുൽ ഗാന്ധിയും ലോക്സഭയിലുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെ വളരെ വില കുറച്ചായിരുന്നു നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ BJPയും ഒന്നടങ്കം കണ്ടത്. രാഹുൽ ഗാന്ധി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇത്തവണ വലിയ വിജയം നേടുവാനായിട്ട് സാധിച്ചത്. ഇക്കഴിഞ്ഞ 10 വർഷം രാഹുൽ ഗാന്ധിയെ കളിയാക്കിയും അധിക്ഷേപിച്ചും അദ്ദേഹത്തെ വില കുറച്ച് കണ്ടുമൊക്കെയാണ് BJPയും അതോടൊപ്പം തന്നെ ഭരണകക്ഷി നേതാക്കളുമൊക്കെ തന്നെ മുന്നോട്ട് പോയത്. എന്തിനാണ് പറയണം, സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ രാജ്യം മുഴുവൻ ഓടിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുച്ഛിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊക്കെ അവഹേളിച്ചുമൊക്കെ മുന്നോട്ട് പോയ നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ BJPക്കും ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഈ മികച്ച വിജയം. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇന്ന് ലോക്സഭയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അതിൽ വളരെ ശക്തമായി തന്നെയാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലം പാർലമെന്റിൽ തിളങ്ങുക തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. ഇക്കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും സഭയിൽ ഉയരാനായിട്ട് ലോക്സഭാ സ്പീക്കർ അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ആദ്യം പറഞ്ഞത്. അതോടൊപ്പം ഇത്തവണ പ്രതിപക്ഷം കൂടുതൽ ശക്തമാണെന്നും രാഹുൽ പറഞ്ഞു വയ്ക്കുകയാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് രാഹുൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 2ാം തവണയും താങ്കളെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് താങ്കളെ പ്രതിപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയുടെ ശബ്ദമുയരുന്ന സഭയാണ് ഇതെന്നും അതിൽ സമ്പൂർണ്ണ നിയന്ത്രണം താങ്കളിലാണെന്നും രാഹുൽ പറഞ്ഞു വയ്ക്കുന്നു. സർക്കാരിന് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ അധികാരമുണ്ട്. എന്നാൽ പ്രതിപക്ഷവും ഇത്തവണ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതികരിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അംഗമുള്ള ഒരു പ്രതിപക്ഷമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ പ്രതിപക്ഷവും സഹകരിക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സഹകരണമെന്നും രാഹുൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവും സഭയിൽ ഉയരാനായിട്ട് അനുവദിക്കുക എന്നത് തീർച്ചയായും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന താങ്കളുടെ ഒരു വലിയ കർത്തവ്യമാണ് അവിടെ നിർവഹിക്കപ്പെടുന്നതെന്നും രാഹുൽ പറഞ്ഞു. നോക്കുക, ഒരു മനുഷ്യനെ എത്രത്തോളം കളിയാക്കുവാനായിട്ട് സാധിക്കുമോ അത്രത്തോളമൊക്കെ ഇതുവരെ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും സംഘവും കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കളിയാക്കലുകൾക്ക് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടക്കുന്നതിനിടെ ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യനായിട്ട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. നിങ്ങൾക്ക് എന്നെ പപ്പു എന്ന് വിളിച്ച് അധിക്ഷേപിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശത്രുപക്ഷത്ത് നിർത്താം, പക്ഷേ വെറുപ്പിൻ്റെ ഒരു കണിക പോലും എനിക്ക് നിങ്ങളോടില്ല. നിങ്ങളുടെ കൂടുതൽ ബഹുമാനവും കൂടുതൽ സ്നേഹവും മാത്രമാണ്. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരം നഷ്ടപ്പെട്ടാലും ശക്തി നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുള്ളവർക്ക് തീർച്ചയായും തിരിച്ചു വരാനാകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങളുടെ വെറുപ്പും അതോടൊപ്പം തന്നെ കളിയാക്കലുകളും എന്നെ കൂടുതൽ ശക്തിയുള്ളവനാക്കിയെന്നാണ് രാഹുൽ പറയുന്നത്. ഇതാണ് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി സംസാരിച്ച പ്രധാനപ്പെട്ട വാക്കുകൾ. അതേ പപ്പു വിളികൾക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് സാരം. രാഹുൽ തൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. BJPയുടെയും അതോടൊപ്പം തന്നെ മോദിയുടെയും കളിയാക്കലുകൾക്ക് തക്ക മറുപടി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലോക്സഭയിലെ ആ നിർണായകമായിട്ടുള്ള പ്രസംഗം. മോദിയെയും അതോടൊപ്പം തന്നെ BJPയെയും സാക്ഷി നിർത്തി
ഇന്ത്യൻ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇതാണ്. നിങ്ങളൊന്ന് കേൾക്കുക. That you have been elected. I'd like to congratulate you on behalf of the entire opposition, on behalf of the India Alliance. Speaker Sir, this House represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. Speaker Sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker Sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. I am confident that you will allow us to represent our voice, allow us to speak, allow us to represent the voice of the people of India. Speaker Sir, the question is not how efficiently the House is run. The question is how much of India's voice is being allowed to be heard in this House. So the idea, Speaker Sir, the idea that you can run the House efficiently by silencing the voice of the opposition is a non-democratic idea. And this election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the Constitution of India. I'd like to once again congratulate you, Speaker Sir, and also all the members of the House who have won their election. Thank you very much. ശ്രീ അഖിലേഷ് യാദവ് ജി. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.